നമസ്കാരം. മലയാളി യാത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യത്തെ സന്ദർശനം അർമേനിയ എന്ന രാജ്യത്തേക്കാണ്. അസർബൈജാൻ, ജോർജിയ, അർമേനിയ എന്ന് പറയുന്ന 3 കോക്കസ് രാജ്യങ്ങളിൽ അർമേനിയയിലേക്കാണ്. ലോകത്തിലാദ്യം ക്രിസ്തുമതം ഔദ്യോഗിക മതമായിട്ട് അംഗീകരിച്ച ഒരു രാജ്യമാണ് അർമേനിയ. 1915 15 ലക്ഷത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ട സ്ഥലമാണ്. 1988 എർത്തുക്വേക്കിൽ 50,000 പേര് കൊല്ലപ്പെട്ടു. 1988 തന്നെ അസർബൈജാനുമായിട്ടുള്ള യുദ്ധത്തിൽ 10,000 ആൾക്കാർ കൊല്ലപ്പെട്ടു. ഷാർജ വരെയാണ് നമ്മൾ എരവാനിലേക്ക് പോയത്, അർമേനിയയുടെ തലസ്ഥാനമായ എരവാനിലേക്ക്. ഫ്ലൈറ്റിൽ മലയാളികളും തമിഴന്മാരും ഹിന്ദിക്കാരുമാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അവർ തന്നെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എൻ്റെ അടുത്തിരുന്ന കുട്ടി MBBS പഠിക്കുന്നതാണ്. കുംഭകോണത്തു നിന്നാണ് വരുന്നത്, തമിഴ്നാട്ടിൽ. MBBS കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റിയൊരു രാജ്യമാണ്. പക്ഷെ നീറ്റിൻ്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അതൊക്കെ അന്വേഷിക്കണം. പഠിക്കാൻ പോകുന്നവർ അതൊക്കെ അന്വേഷിച്ചിട്ട് പോകണം. ഹിന്ദിയും തമിഴും മലയാളമൊക്കെ കേട്ട് പുറത്തിറങ്ങി. വിസ മുമ്പേ കയ്യിലുണ്ടായിരുന്നതിനാൽ, ഈ വിസ ഉണ്ടായിരുന്നതുകൊണ്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കുറച്ച് പണമൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു പുറത്തിറങ്ങി. ടാക്സിക്കാരൊക്കെ സമീപിക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ കാണുമ്പോൾ ടാക്സിക്കാർ കൂടും. കാരണം ഇപ്പം പണം മുടക്കാനും, അവിടെ ഒരു യൂണിവേഴ്സിറ്റികളിലൊക്കെ പണം മുടക്കാനും ടൂറിസത്തിന് വേണ്ടി പണം മുടക്കാനും ഒക്കെ ഇന്ത്യക്കാരാണ് കൂടുതലായിട്ട് അങ്ങോട്ട് ചെല്ലാറുള്ളത്. എയർപോർട്ട് ഫ്ലൈറ്റ് വരുമ്പോൾ മാത്രമേ ഒന്ന് ഉണർവാകുള്ളൂ. സിമ്മ് കച്ചവടക്കാരുമുണ്ട്. പിന്നെ നമുക്കൊക്കെ എന്തായാലും വേണ്ടതാണ് ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ടല്ലോ. അവിടെ നിന്ന് 4 ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു സിം കാർഡ് എടുത്ത് ഒരു ടാക്സി ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര വലിയ ചിലവില്ലാത്തതാണ്. എങ്കിൽ പോലും ടാക്സി വിളിച്ച് പോകാനുള്ള സൗകര്യത്തിനാണ് ആപ്പ് എടുത്തത്. ആപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷനൊന്നുമില്ല. അത് കൃത്യം എത്ര രൂപയാവുമെന്ന് കാണിക്കുക, പൈസ കൊടുക്കുക, അത്ര തന്നെ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ എസ്മിയാഡ്സ് എന്ന് പറയുന്ന അർമേനിയൻ ക്രിസ്ത്യാനിറ്റിയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്കാണ് ആദ്യം പോകാൻ തീരുമാനിച്ചത്. അർമേനിയൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ വരെ അവർ വന്നിട്ട് വലിയ സമൂഹം ഉണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ അർമേനിയൻ ചർച്ചുകളുണ്ട്. അർമേനിയൻ ക്രിസ്ത്യൻ ചർച്ചുകൾ നിലവിലുണ്ട്. അങ്ങനെ ഒരു സമൂഹം തന്നെ ഉണ്ട്. ഒരു ചെറിയ സ്ട്രീറ്റുകളായിട്ട് ഒന്നിച്ചൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുകയാണ്. അതിനെപ്പറ്റി നമുക്ക് അന്വേഷിച്ചറിയാം. ഇൻ്റർനെറ്റിലൊക്കെ ധാരാളം അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരു കാലത്ത് ഈ അക്രമങ്ങൾക്ക് വിധേയമായിട്ട് അർമേനിയയിൽ പല സാമ്രാജ്യങ്ങൾ വരുമ്പോൾ എന്തായാലും അതിന് മുമ്പുണ്ടായിരുന്ന സാമ്രാജ്യം മതപരമായും രാഷ്ട്രീയപരമായുള്ള പല ശിഥിലങ്ങളും നടക്കും. അങ്ങനെ ഒളിച്ചോറി പോർന്ന വലിയൊരു സമൂഹം ഇന്ത്യയിലേക്കും വന്നു. അങ്ങനെ നവാബുമാരായിട്ട് വരെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് മുഗൾ ചക്രവർത്തിമാരുണ്ടായിരുന്ന കാലത്ത്. ഇതിലെ കുരിശുകൾ കണ്ടില്ലേ? ഈ വിശ്വാസത്തിൻ്റെ തീവ്രതയാണ് ഇത് കാണിക്കുന്നത്. 90% ആൾക്കാരും റിലീജിയസ് ആണ് ഇവിടെ. ഇതാണ് നമ്മുടെ സാരഥി. എസ്മിയാഡ്സിലേക്ക് പോകുന്ന രംഗമാണ്. എസ്മിയാഡ്സിൻ ചർച്ച് കോംപ്ലക്സിൽ കുറേ പള്ളികളുണ്ട്. അതിൽ പ്രധാനമാണ് മദർ സീ ഓഫ് ഹോളി എസ്മിയാഡ്സിൻ. 16-ാം നൂറ്റാണ്ട് 1600 പണിതാണ്. പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ അൾത്താരയും മറ്റും 4-ാം നൂറ്റാണ്ടിൽ പണിതാണ്. അതിൻ്റെ റെമനൻസൊക്കെ ഇവർ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്തു. ഇതിൻ്റെ മുൻഭാഗമാണ് കേട്ടോ, എസ്മിയാഡ്സിൻ്റെ മുൻഭാഗം. നേരെ കാണുന്ന ലൈബ്രറിയാണ്. ഇവിടുത്തെ പള്ളികളിലൊക്കെ പ്രധാനമായിട്ട് കാണുന്നത് ഒരു സിനിമ ഷൂട്ടിങ് പോലെ കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങുകളാണ് എല്ലാ പള്ളികളിലും കാണാൻ പറ്റിയൊരു പ്രത്യേകത. ഇവിടുത്തെ പള്ളിയിലെ കർമ്മങ്ങളും കുർബാനയൊന്നും എപ്പോഴാണെന്ന് അറിയില്ല. അതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചിട്ടുമില്ല. ഇവിടെ കാര്യമായിട്ട് എന്തോ ഒരു കല്യാണ ഷൂട്ടിങ് നടക്കുകയാണ് കേട്ടോ.
വസ്ത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിലിപ്പം ഇതേ രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഇവിടുന്നൊക്കെയുള്ള പ്രചോദനം ഉൾക്കൊണ്ടുണ്ടായിരിക്കാം നമ്മുടെ ഇവിടുത്തെ വസ്ത്രങ്ങളും ഡ്രസ്സുകളൊക്കെ ഇതേ രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന കത്തീഡ്രൽ ചർച്ച്, മദർ സീ ഓഫ് ഹോളി അസ്മിയാഡ്സിൻ. ഇതെപ്പോഴും ഒരു മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പഴക്കമുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് എപ്പോഴും ഉയരമൊക്കെ കെട്ടിയിട്ട് പെയിൻ്റ് അടിക്കുകയോ അങ്ങനത്തെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കല്യാണം പോലെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ബാപ്റ്റിസം, മാമോദിസയാണെന്ന് തോന്നുന്നു. കുഞ്ഞു കുട്ടികളെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പാരൻസ് വരുന്നുണ്ട്. നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടാണുള്ളത്. ചെറുപ്പക്കാരുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. ഈ അമ്മയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നോ എന്ന് പറഞ്ഞ് മകള് വിലക്കുന്നുണ്ട്. ഇതിവിടുത്തെ മൊണാസ്ട്രിയാണ് കേട്ടോ. ഇത് നമ്മൾ ക്ലോസ് ആയിട്ട് ഒരു വ്യൂ ആണ് ഈ കത്തീഡ്രൽ ചർച്ചിൻ്റെ. ബാരിക്കേഡുകൾ വെച്ചിട്ട് മറച്ചിരിക്കുകയാണ്, അങ്ങോട്ട് ആൾ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ബിൽഡിങ്ങിൻ്റെ പഴക്കം കൊണ്ടായിരിക്കാം. ഇത് മറ്റൊരു ചർച്ചാണ്. ഇവിടെ എന്തെല്ലാം നേർച്ചകളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ തീരുമാനിച്ചു. ഇതിൻ്റെ സൈഡിലായിട്ട് നല്ല തണുത്ത വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ഇതിൻ്റെ അകത്തൊന്ന് കയറി. ഇവിടെ പ്രധാനമായിട്ടും മെഴുകുതിരി കത്തിക്കലാണെന്ന് തോന്നുന്നു പ്രധാന നേർച്ച. ധാരാളം ആൾക്കാർ ഒന്ന് മെഴുകുതിരി മേടിച്ച് കൊണ്ട് കത്തിക്കുന്നുണ്ട് ഇവിടെ. ഈ അമ്മച്ചിയാണ് ഇവിടുത്തെ അതിൻ്റെ പ്രധാന ആൾ. ഈ ഉരുകി വീണ മെഴുകുതിരിയൊക്കെ അങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും ഉപയോഗിക്കാം, അതിന് വേണ്ടിയിട്ടാണ്. റീയൂസ് ചെയ്യാണ്, റീസൈക്ലിങ്. നഷ്ടപ്പെടുത്തുന്നില്ല. വെള്ളത്തിലാവുമ്പോൾ അത് വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു വഴിക്ക് പോകുന്നതല്ലേ, റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഏറ്റവും വണ്ണം കുറഞ്ഞ 2 മെഴുകുതിരി കത്തിച്ച് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. നമ്മുടെ യാത്രയൊക്കെ നന്നായിട്ട് നടക്കണ്ടേ, പള്ളികൾ ധാരാളമുള്ള നാടല്ലേ. നിർമ്മാണങ്ങൾ എപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ധാരാളമായിട്ട്. പഴയ ഫോട്ടോയെ വെച്ച് പുതിയ നിർമ്മാണം, കാരണം ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും മുമ്പേ ഉള്ള ബിൽഡിങ്ങുകളാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ചില പാരമ്പര്യമൊക്കെ വില കൊടുത്ത് വാങ്ങിക്കുകയാണ്, നിർമ്മിച്ചുണ്ടാക്കുകയാണ്. ഈ ഭാഗത്ത് ഒരു മ്യൂസിയം ഉണ്ട്. സത്യത്തിൽ ഞാൻ ഈ മ്യൂസിയങ്ങളിലൊന്നും സാധാരണ നമ്മൾ കയറാറില്ല, കാരണം അത്രയധികം ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ മ്യൂസിയത്തിൽ കയറാതെ ഞാൻ വേറൊരു ഗഗാഡ് മൊണാസ്ട്രി എന്ന് പറയുന്ന മൊണാസ്ട്രിയിലേക്ക് പോയി. അത് വിശുദ്ധ കുന്തം കാണാനാണ്. ഗഗാഡ് മൊണാസ്ട്രിയിലാണ് വിശുദ്ധ കുന്തം വെച്ചിരിക്കുന്നതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. പക്ഷേ ഇൻ്റർനെറ്റിലൊക്കെ അപ്ഡേഷൻ വരുന്നതിന് മുമ്പ്, കാര്യമായ അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് ഇത് ഇവിടുത്തെ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ പോകുന്നതിൻ്റെ തലേദിവസം ഇവിടുന്ന് അർമേനിയയിൽ നിന്ന് വിടുന്നതിൻ്റെ തലേദിവസം വന്നിട്ട് ഇതൊക്കെ കാണുകയുണ്ടായി, വിശുദ്ധ കുന്തവും മറ്റും. വിശുദ്ധ കുന്തമാണ് കാണുന്നത് കേട്ടോ. ഈ കാർപ്പറ്റ് പോലെ കാണുന്നത് അർമേനിയൻ ക്രിസ്ത്യൻസ് മദ്രാസിലുള്ള, ചെന്നൈയിലുള്ള ആൾക്കാർ ഡൊണേറ്റ് ചെയ്തതാണ്. ഈ ചേച്ചിയാണ് ഇവിടുത്തെ പ്രധാന ഗൈഡ്. ഇതിൽ കയറാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് 1500 ഇവരുടെ പൈസ വേണം. ഏകദേശം എനിക്ക് തോന്നുന്നു 250, 1500 1800 എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഓസിൽ ഫോട്ടോ ഒക്കെ പിടിക്കുന്ന കണ്ടപ്പം ചോദിച്ചു, നിങ്ങൾക്ക് ഗൈഡിനെ വേണ്ടേന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. കണ്ടപ്പം തന്നെ പിശുക്കനാണെന്ന് തോന്നി. അവർ പറഞ്ഞു, ഇത് റഷ്യയിലുള്ള വിശദീകരണങ്ങളാണ്, ഇവർ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പൈസയൊന്നും തരണ്ടെന്ന് പറഞ്ഞു. ഇതാണ് വിശുദ്ധ കുന്തം കേട്ടോ. ലോഞ്ചിനോസ് ഭടൻ യേശുക്രിസ്തുവിനെ കുത്താൻ ഉപയോഗിച്ച കുന്തമാണ് കേട്ടോ.
ഇതൊക്കെ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഇളകി വീണ സാധനങ്ങളാണ്. ഇതാണ് കാർപ്പറ്റ് ഞാൻ പറഞ്ഞത്, ചെന്നൈയിലെ അർമേനിയൻ ക്രിസ്ത്യാനികൾ ഡൊണേറ്റ് ചെയ്തത്. ഇതും നോഹയുടെ പെട്ടകത്തിലെ ഏതോ ഭാഗം പൊട്ടി വീണതാണ് കേട്ടോ. നോഹയുടെ പെട്ടകം ഉറച്ച അർറാത്ത് പർവ്വതത്തിന്റെ ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കോർവിലാപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഈ നോഹയുടെ പെട്ടകം ഉറച്ച അർറാത്ത് പർവ്വതം നേരിട്ട് കാണാം. ഇതൊക്കെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഏതൊക്കെയോ സംഭവങ്ങളാണ്. അവർ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ച് കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇവിടെ എന്തൊക്കെയോ റഷ്യനിൽ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റഷ്യൻ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. മലബാർ കോസ്റ്റിൽ ഒരു തോമസ് കാനായി എന്ന് പറയുന്ന ആൾ വന്നതായിട്ട് ചരിത്ര രേഖകളിൽ കാണുന്നുണ്ട്. സായിപ്പന്മാരുടെ ചരിത്രരേഖയിൽ തോമസ് കാന എന്ന് പറയുന്ന കാനായി തോമ എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണെന്നും ഇവിടുത്തെ കാനായ സമുദായത്തിൻ്റെ തുടക്കം കുറിച്ചതും അദ്ദേഹമാണെന്ന് പറയുന്നു. ഈ കാനായി തോമ എന്ന് പറയുന്ന ആൾ അർമേനിയൻ ക്രിസ്ത്യനാണെന്നാണ് പറയപ്പെടുന്നത്. തോമസ് കാന എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്പൈസസ് പിന്നെ കോട്ടൺ എന്നീ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ കൂട്ടത്തിൽ മതപ്രവർത്തനങ്ങൾ. യൂറോപ്യൻസ് സാധാരണ ഇവിടെ വരുമ്പോൾ അങ്ങനെയാണ്, ഈ കച്ചവടത്തിൻ്റെ കൂടെ ചെറിയൊരു മതപ്രവർത്തനം ഉണ്ടാവും. ഇത് ഇവിടുത്തെ സെൻറ്റ് ഗയാന ചർച്ചാണ് കേട്ടോ. ഒരു നൺ സിസ്റ്ററിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് 7-ാം നൂറ്റാണ്ടിൽ. ഗയാന, സിസ്റ്റർ ഗയാന, അതായത് ക്രിസ്ത്യാനി നൺ സിസ്റ്ററായ വലിയൊരു സമൂഹത്തിലെ അതിൽ പ്രധാന നേതാവിൽ ഒരാളായിരുന്നു. മറ്റൊരു നേതാവിൻ്റെ പേര് റിക്സീമി എന്നാണ്. അവരുടെ പേരിലും അവർ ടോർച്ചർ ചെയ്ത് കൊല്ലപ്പെട്ട സ്ഥലത്ത് അവർക്കും ഒരു പള്ളിയുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ അങ്ങോട്ട് പോകും. ഈ നൺ സിസ്റ്ററിനെ പിന്തുടർന്ന് അവർ ഒളിച്ചു, അതിനെ കണ്ടുപിടിച്ചിട്ട് ടോർച്ചർ ചെയ്ത് കൊന്നതാണ് രാജാവിൻ്റെ ആൾക്കാർ. പിന്നെ രാജാവ് ക്രിസ്ത്യാനിയെ മാറി എന്നുള്ളത് വേറെ ചരിത്രം. ഇവിടെ എന്തോ കല്യാണം പോലെ ഒരു പരിപാടി നടക്കുകയാണ്. കല്യാണമെന്ന് തോന്നുന്നു. ആസ് യൂഷ്വൽ പുറത്ത് ചക്കന്മാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. സ്ത്രീകളാണ് പള്ളിക്കുള്ളിൽ ധാരാളമായിട്ടുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ. മെഴുകുതിരി നേർച്ച എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇത് പ്രധാന ഒരു ബിസിനസ് ആണെന്ന് തോന്നുന്നു, മെഴുകുതിരി കച്ചവടം. അടുത്ത് ഈ നൺ സിസ്റ്ററിൻ്റെ കൂടെ തന്നെ ടോർച്ചർ ചെയ്ത് കൊല്ലപ്പെട്ട മറ്റൊരു നേതാവാണ് റിക്സീമി നൺ സിസ്റ്റർ. അവരുടെ പേരിലുള്ള ഒരു പള്ളിയിലേക്കാണ് പോകുന്നത്. ഇതാണ് ആ പള്ളി. ഇത് 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ട് കല്യാണത്തിൻ്റെ ഒരു ഷൂട്ടിംഗാണ് കാണുന്നത്. ഡ്രോൺ ഉപയോഗിച്ചൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പള്ളികളും കല്യാണ ഷൂട്ടിംഗ് തന്നെ പ്രധാനപ്പെട്ടത്. ഇതൊരു ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. അടുത്ത യാത്ര സ്വാർട്ട്നോട്സ് കത്തീഡ്രലാണ്. 10-ാം നൂറ്റാണ്ടിൽ എല്ലാം തകർക്കപ്പെട്ടതാണ് ഈ എർത്തുക്കാക്ക് വന്നിട്ട്. ഇവിടെയും കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അർറാത്ത് പർവ്വതനിര കാണാൻ പറ്റും, സ്കൈ ക്ലീൻ ആണെങ്കിൽ.
വിശുദ്ധ കുന്തത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. വിശുദ്ധ കുന്തവുമായിട്ട് തദ്ദേവൂസും ബർത്തലോമിയും നേരെ അർമേനിയയിലേക്ക് വരികയാണ് ഉണ്ടായത്. അവിടെ വന്ന് രാജാവിനെ തന്നെ മതം മാറ്റി, പിന്നെ ബാക്കിയുള്ള പ്രജകളെല്ലാം അപ്പാടെ മാറി. വിജാതി പാഗൻ എന്ന് പറയുന്ന പ്രത്യേക ഒരു രീതിയിലെ വിശ്വാസമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. സൂര്യഭഗവാനെ ആരാധിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയുടെ മുമ്പിൽ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് ഒരു നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തദ്ദേവൂസും ബർത്തലോമിയും ഇവിടെ വന്നത്. അടുത്ത് ഘോർ വിറാപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്കാണ്. വളരെ ധാരാളം ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത്. ഘോർ വിറാപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിലുള്ള തടവറ എന്നാണ്. ഗ്രിഗറി ദി എലിമിനേറ്റർ ക്രിസ്ത്യാനിറ്റി വളർത്താൻ വേണ്ടിയിട്ട് അർമേനിയയിലേക്ക് വന്ന ആളാണ്. അവരെ 13 വർഷം തടങ്കലിൽ പാർപ്പിച്ച ഒരു ഭാഗമാണിത്. ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് അർറാത്ത് പർവ്വതനിരകളാണ് കേട്ടോ, ലെസർ ആൻഡ് ഗ്രേറ്റർ. ഇതിലാണ് നോഹയുടെ പെട്ടകം ഉറച്ചത്. ഇവിടെ ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇതിൻ്റെ അൾത്താര ഉൾഭാഗങ്ങളാണ്. ചരിത്രങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നോക്കി പഠിക്കാം. ഇത്രയും സംസാരിക്കാൻ വളരെ മോശമാണ്. ഈ ഘോർ വിറാപ്പിൻ്റെ പ്രത്യേകത ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ കേട്ടോ, നമ്മളെപ്പോലെയുള്ളവരല്ല, അതൊന്നും കിട്ടുന്ന പോലുമില്ല. വരുന്ന പ്രധാന ഒരു സൈറ്റാണിത്. അടുത്ത നമ്മുടെ യാത്ര പ്രീ ക്രിസ്ത്യൻ ഏറിയയിലെ, അതായത് ഈ വിജാതീയ പാഗൺ സ്റ്റേറ്റിലായിരുന്ന ആ കാലത്ത് ഉണ്ടായിരുന്ന അമ്പലങ്ങൾ, ടെമ്പിളുകളിൽ ഒരെണ്ണം മാത്രം ഇപ്പം നിൽക്കുന്നുള്ളൂ. അതായത് ക്രിസ്ത്യൻ സമൂഹമായി മാറുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഏക അടയാളമാണ് ഈ പാഗൺ ടെമ്പിൾ എന്ന് പറയും. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ പോകുന്ന വഴിക്കുള്ള സീനുകളാണ് ഇതൊക്കെ. ഇതാണ് ടെമ്പിള്. സൂര്യഭഗവാന്റെ പേരുള്ളതാണ് കേട്ടോ അത്. ടെമ്പിൾ ഓഫ് ഗാർണി, ദി പാഗൻ ടെമ്പിൾ ഓഫ് ഗാർണി. അടുത്ത് നമ്മൾ പോകുന്നത് ഗഗാഡ് മൊണാസ്ട്രിയിലേക്കാണ്. ഗഗാഡ് എന്ന് പറഞ്ഞാൽ സ്പിയർ എന്നർത്ഥം, കുന്തം. അത് മുമ്പ് കുന്തമാണ് ഇവിടെ കീപ്പ് ചെയ്തിരുന്നത്. ലോഞ്ചിനോസ് ഭടൻ യേശുക്രിസ്തുവിനെ കുത്താൻ ഉപയോഗിച്ചിരുന്ന കുന്തം ഇവിടെയാണ് കീപ്പ് ചെയ്തിരുന്നത്. അത് പിന്നെ മ്യൂസിയത്തിലേക്ക് മാറ്റിയെന്ന് മാത്രം. വീണ്ടും ഇതുപോലെയുള്ള യാത്രയും അതിൻ്റെ വിവരണങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ.